ഒരു കല്യാണം കഴിച്ചാലോ? കല്യാണം കഴിക്കാൻ പോണ എല്ലാവർക്കും പറ്റുന്ന ഒരു വീഡിയോ ആണെന്നുള്ളത്. ഹലോ ഗൈസ്, സമയം രാവിലെ 6:52. ഇന്ന് ഞാനൊരു കല്യാണത്തിന് പോകുകയാണ്. അങ്ങനെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലെത്തി. ഞാൻ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ VK ഇവന്റ്സിന്റെ നമ്മൾ അസീസ്ക്ക് അവിടെ എത്തിക്കണം. മൂപ്പര് വന്നപ്പോ തന്നെ ഇപ്പൊ ടീംസിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഇപ്പൊ ഉഷാറായാലും എന്നെ കല്യാണം പകുതി വിജയിച്ചു. ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് VK ഇവന്റ്സിനെ അത്ഭുതപ്പെടുത്തിയത്. ഇപ്പൊ സ്റ്റേജ് ഒക്കെ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് കല്യാണം കഴിക്കാൻ അങ്ങോട്ട് തോന്നും. പരിപാടി ഒരു ഹിന്ദു വെഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ചെക്കനും പെണ്ണും മാത്രം എത്തിയാൽ മതി, ബാക്കിയൊക്കെ ഇവിടെ ഇവര് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് കിച്ചൺ കാണാം. അവിടെ നല്ല ഫുഡ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പരിപാടി ഏകദേശം തുടങ്ങാൻ പോകും. അങ്ങനെ എല്ലാവരും ചെക്കനെ കാത്തിക്കാണ്. അങ്ങനെ ചെക്കൻ വന്നു. ചെക്കൻ സ്റ്റേജിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പെണ്ണും വന്നു. എല്ലാ കാര്യങ്ങളും നമ്മളെ VK ഇവന്റ്സിന്റെ ടീമും ആദ്യം സെറ്റ് ആക്കിയതുകൊണ്ട് തന്നെ താലികെട്ട് അടിപൊളിയായിട്ട് അവിടെ നടന്നു. സ്വന്തം കല്യാണത്തിന് ഒരു ടെൻഷനും ഇല്ല. അതിങ്ങനെ ഡാൻസ് കളിക്കുന്ന ഒരു ചെക്കനെയും പെണ്ണിനെയും കുറെ കാലത്തിന് ശേഷം ഞാൻ കാണാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ നേരമായി. ഏകദേശം 10-15 വർഷമായിട്ട് ഈ ഒരു മേഖലയിലുള്ള ആൾക്കാരാണ് VK ഇവന്റ് ടീംസ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫുഡും ഇവരുടെ സർവീസും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നിങ്ങളൊരു ടീമിനെ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കലല്ല, ഒരു പെരക്കാരെ പോലെ തന്നെ അസീസ്ക്കൊക്കെ എപ്പോഴും കൂടുണ്ട്. ഏകദേശം 1500 ആൾക്കാർ പങ്കെടുത്ത പരിപാടിയിൽ ഒരു തിരക്കും ഫീൽ ചെയ്യാത്തത് ഇവരുടെ മാത്രം കഴിവാണ്. അങ്ങനെ ഞാൻ കഴിക്കായിരുന്നു. എന്തായാലും ഫുഡിന്റെ അഭിപ്രായം ഞാൻ പറയണില്ല, വേറെ കുറച്ച് ആൾക്കാർ പറയണം. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നില്ല പറയാ. ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചപ്പോ എണീക്കാൻ തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത്. അത്രയും അടിപൊളിയാണ്. ഫുഡ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊന്ന് മുറുക്കാം. ഇതൊന്നും ഇപ്പൊ എവിടെയും കാണാത്തതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കണു എന്നുള്ളതാണ്. കൂടുതൽ ഞാനൊന്നും പറയണില്ല. ഇനി പരിപാടി ഏൽപ്പിച്ച ആൾക്കാരെ അഭിപ്രായം കേട്ടോളൂ. ഇവന്റ്സിന്റെ അസീസ്ക കല്യാണം മാത്രമല്ല, എന്ത് കാര്യങ്ങളും മൂപ്പരനെ വിളിച്ചോളൂ. മൂപ്പര് A to Z കാര്യങ്ങളാണ് സെറ്റ് ആക്കി തരും. അപ്പോൾ ഓക്കെ, അദിയോസ് ഹബീബി.